Good afternoon. നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലാണ് അല്ലെ എത്തി നിൽക്കുകയാണ്. അതിനകത്ത് നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എത്ര എണ്ണം പറഞ്ഞായിരുന്നു? 29 സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? 28 വരെ അല്ലേ നമ്മൾ ഫിനിഷ് ആക്കിയ? 29 30 30 പറഞ്ഞോ? ഓക്കെ 30 വരെ പറഞ്ഞു. 30ാമത്തെ പറഞ്ഞു അല്ലെ? ഇതാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഓക്കെ, അതിനകത്ത് നമ്മുടെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞ എന്താണ്? നീഡിലോ അല്ലെങ്കിൽ മറ്റുള്ള ഷാർപ്പ് ഒബ്ജക്ട്സോ മൂലം നമ്മുടെ ബോഡിയിൽ നമ്മള് എന്താ പറയാ മുറിവുണ്ടാകുന്നതാണ്. അപ്പൊ അതിൽ കൂടെ ബ്ലഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരാം. ഇതൊക്കെ needle stick injuries are wound caused by needle that accidentally puncture the skin. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സ്കിന്നിനെ പഞ്ചർ ആക്കുന്നത്, ഡാമേജ് ആക്കുന്നത്, അതാണ് needle stick injuries എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഫോർമുല എങ്ങനെയായിരുന്നു? ഫോർമുല നമ്പർ ഓഫ് parental exposure divided by number of inpatient day into 1000. parental എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇഞ്ചുറി ദാറ്റ് കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട് എന്നാണ് പാരന്റൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാകുന്ന ഇഞ്ചുറി ആണ്. നമ്പർ ഓഫ് parental exposure divided by number of inpatient day into 1000. ഇനി അടുത്തത് 31 ആണ്. നോക്കി, appropriate handovers during shift changes to be done separately for the doctors and nurses. അറിയാലോ നിങ്ങൾക്ക്, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഡ്യൂട്ടിയിലുള്ള നേഴ്സ് നെക്സ്റ്റ് ഡ്യൂട്ടിയിൽ വരുന്ന നേഴ്സിന് എന്ത് ചെയ്യണം? ഇത് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ? അവരുടെ ആ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യണം. എന്നുവെച്ചാൽ അതുപോലെ ഏത് മരുന്നുകളൊക്കെയാണ് കൊടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു റെക്കോർഡ് അത് ഹാൻഡ് ഓവർ ചെയ്യണം. എങ്കിലാണ് നെക്സ്റ്റ് ഷിഫ്റ്റിൽ കയറുന്ന ആ സ്റ്റാഫിനൊക്കെ എന്താ അതിന്റെ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ എത്രത്തോളം അനുയോജ്യമായിട്ട് അവര് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അതിന്റെ പെർസെന്റേജ് ആണ് കേട്ടോ. പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. Okay, appropriate handovers during shift changes to be done separately for doctors and nurses. അതുപോലെ ഡോക്ടേഴ്സും അതെ, നമ്മളെ വേറെ ഡോക്ടറിനെ റെഫർ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെക്കോർഡ്സുകൾ ഹാൻഡ് ഓവർ ചെയ്യണം. എങ്കിലാണ് ആ ഡോക്ടറിന് എന്താ കണ്ടിന്യൂഷൻ ആയിട്ട് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ റീസെന്റ് എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത് എന്നുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഹാൻഡ് ഓവർ ചെയ്യണം. അതിനകത്ത് നോക്കി അതിന്റെ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത ടോട്ടൽ നമ്പർ. Total number of handovers done appropriately. Appropriate ആയിട്ട് handover ചെയ്ത total number divided by total number of handover opportunities. എന്താ പറഞ്ഞേക്കുന്നേ? നമ്മള് ആ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടത്തിയ ടോട്ടൽ നമ്പറിനെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. അവിടെ ഹാൻഡ് ഓവർ ചെയ്യാൻ ഉള്ള അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അത് 31 ഒന്ന് ടിക്കറ്റ് വെച്ചേനെ കേട്ടോ. 31. നെക്സ്റ്റ് നോക്കി 32. Complaints rate to medication prescription in capital മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത ടോട്ടൽ നമ്പർ. കംപ്ലൈന്റ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇപ്പൊ നമ്മള് സാധാരണ പ്രിസ്ക്രിപ്ഷൻസ് ശരിക്കും എങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നാണ്. പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തില്ലേ ആ ചീറ്റ്, അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നാണ് ശരിക്കും. അപ്പൊ എത്രത്തോളം ആ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എത്രത്തോളം എഴുതുന്നുണ്ട് അത്
അതിന്റെ ഒരു പെർസെന്റേജ് ആണ് നോക്കുന്നത്. അതെങ്ങനെ കാണുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ ടോട്ടൽ നമ്പർ അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻറ്റു 100. മൊത്തത്തിലുള്ള പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുക. മൊത്തം അവിടെ പ്രിസ്ക്രിപ്ഷൻ എത്ര പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു, അതിൽ എത്ര എണ്ണം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളൊക്കെ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ നിങ്ങൾക്ക് അങ്ങനെ ഇതുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന മിക്കവാറും നമുക്ക് ഡോക്ടേഴ്സ് എഴുതിയിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല മരുന്നുകളുടെ പേര്. ആ രീതിക്കാണ്. അത് അറിവുള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫീൽഡിൽ ഫാർമസി ഇതൊക്കെ അവിടെ ഫാർമസിസ്റ്റ് അവർക്കൊക്കെ എന്താ പറയാ മെഡിക്കൽ സ്റ്റോർ അത് കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ വായിക്കാൻ പറ്റുന്നല്ലാതെ നോർമൽ ആളുകൾക്ക് അത് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഒത്തിരി പെശകുകളൊക്കെ വരാനുള്ള ചാൻസുകളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും എങ്ങനെയാ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതണം എന്നാണ്. അതാണ് കറക്റ്റ് വരുന്നത്. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഇപ്പൊ മരുന്നുകളൊക്കെ നിങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ, പല ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? നോ, ഇല്ല അല്ലെ? ഓക്കെ, ശരിക്കും അങ്ങനെയാണ്. നാബ് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അതും അതിന്റെ നാബിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരിയായ ഫോർമാറ്റ് അത് തന്നെയാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതണം എന്നുള്ളതാണ്. കണ്ടോ, നാബ് അവരുടെ ആ ക്വാളിറ്റിക്ക് ഇതെല്ലാം എന്തിനാ നമ്മൾ നോക്കുന്നത്? ഈ എല്ലാ മാനദണ്ഡങ്ങളും എന്താ കറക്റ്റ് ആയിട്ട് അതിന്റെ പെർസെന്റേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. അതിനുള്ള ചില മാനദണ്ഡങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞ 32 ഫോർമുലാസ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ പെട്ടെന്ന് ആദ്യം മുതലൊന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇമ്പോർട്ടന്റ് നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒക്കെ ചോദിച്ചതാണ്. ഒന്ന് നിങ്ങളോട് ടിക്കറ്റ് വെച്ച് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഫോർമുല ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. സെക്കൻഡ്, ഇനി അടുത്തത് ഫോർത്ത് വൺ മെഡിക്കേഷൻ എറർ റേറ്റ്. ദെൻ 1ഉം 4ഉം നെക്സ്റ്റ് വന്നത് 7 ആണ് പറഞ്ഞത്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. Then 9th one percentage of transfusion reactions. Then 10th one standardized mortality ratio for ICU. Then next 14 ventilator associated pneumonia rate. Then 16 surgical site infection rate. Then 17 anti-hygiene complaints rate. Then 19 percentage of rescheduling of surgeries. Then 21 nurse patient ratio for ICU and wards. Then 23 the waiting time for diagnosis natural waiting time. Then 24 time taken for discharge. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് 28 patient fall rate. Then 31 ഇപ്പൊ നമ്മൾ പറഞ്ഞ 31. Then next 32 complaints rate to medication prescription in capital. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇത്രയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്കൊരു ചെറിയൊരു സെക്ഷൻ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കഴിയും. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഓക്കെ, the quality manager in hospital should support the quality assurance program cell at the hospital and be accountable for designing and establishing quality procedure, standards and specification in hospital. എന്താ പറഞ്ഞേക്കുന്നേ? The quality manager in hospital should support. എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം, തീർച്ചയായും പിന്തുണ നൽകണം. എന്തിനാണ്? The quality assurance program cell at the hospital. ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ല് അതിന് എന്ത് ചെയ്യുക? അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ട പിന്തുണ കൊടുക്കുക.
and to be accountable for designing and establishing quality procedure, standards and specification in hospital. ഇനി അതുകൂടെ അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി പ്രൊസീജിയറുകള്, സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങള്, സ്പെസിഫിക്കേഷൻ, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങള്, ഇതെല്ലാം ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുകയും അത് സ്ഥാപിക്കുകയും ചെയ്യുക. അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആൻഡ് അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഉണ്ട്. എന്തിനാണ്? ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ്, രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും. എന്ത്? ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ, നിർദ്ദേശങ്ങളും ഹോസ്പിറ്റൽസ് നമ്മള് അത് രൂപകൽപ്പന ചെയ്യുന്നതിനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ. ഓക്കെ, അടുത്ത നോക്കിയേ, he or she must encourage quality improvement in all the process and procedure of the hospital and share reports. He or she must encourage ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹിപ്പിക്കുക. He or she must encourage, തീർച്ചയായും എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ഏതാ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ്, എല്ലാ പ്രോസസ്സിലും പ്രൊസീജിയറുകളിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങള് അതിനെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കണം. ആൻഡ് ഷെയർ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുക, അത് പങ്കിടുകയും വേണം, ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി അടുത്തത് തന്നേക്കുന്നത് കീ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഒന്ന് വായിച്ചത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, എങ്കിൽ പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, കീ ജോബ് റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് എന്താ? ensuring good quality non-clinical services such as infection prevention, security, diet. എന്താണ്? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, സുരക്ഷ, ഡയറ്റ് തുടങ്ങിയ നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ക്ലിനിക്കൽ അല്ലാത്ത നോൺ ക്ലിനിക്കൽ സർവീസുകൾ ഏതൊക്കെ പറഞ്ഞേക്കുന്നത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് തുടങ്ങിയ നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, എൻഷുറിങ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD ഏരിയാസ്, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ്. ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കൊടുത്തൊക്കെ ചെയ്യിക്കില്ലേ? ഇപ്പൊ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് നമുക്ക് പുറമേ കൊടുത്ത് ചെയ്യാം, അങ്ങനെയുള്ളത്. ഹോസ്പിറ്റലിന് പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നത്, അങ്ങനെയുള്ള ഔട്ട്സോഴ്സ് സർവീസുകള്, പേഷ്യന്റ് ഫെസിലിറ്റികള്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, വാർഡ്, OPD ഏരിയ, ഇതൊക്കെ എന്ത് ചെയ്യണം? അവിടെയൊക്കെ ക്ലീൻ സറൗണ്ടിങ്സ്, ഒരു വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷം, ചുറ്റുപാട് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. അവിടെയെല്ലാം നല്ല ക്ലീൻ ആക്കി, ക്ലീൻ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Ensuring clean surroundings, OPD areas, ward, labor room, operation theatre, and patient amenities and outsourced services. Okay, next third point. Periodical evaluation of hospitals on quality checklist and reach at a score for a facility. Periodical evaluation of hospital. Hospital പീരിയോഡിക് ഇവാലുവേഷൻ നടത്തുക. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ നടത്തുക. എന്തിനെ ബേസ് ചെയ്ത? ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പീരിയോഡിക്കൽ ഇവാലുവേഷൻ നടത്തുക. എന്നിട്ട് എന്താ അതിന് ആ ചെക്ക് ലിസ്റ്റിൽ ഓരോന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോ സ്കോറുകൾ ഉണ്ടാവുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. ആ ഒരു സ്കോറിലേക്ക് എന്ത് ചെയ്യുക? എത്തിക്കുക. അപ്പൊ പീരിയോഡിക് ഇവാലുവേഷൻ നടത്തിയിട്ട് ആ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റില് അതിന്റെ ആ ഒരു സ്കോറിലേക്ക് എന്ത് ചെയ്യുക? ഫെസിലിറ്റികള് ഉയർത്തിക്കൊണ്ടുവരിക. ഓക്കെ, ഇനി
നാലാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് എന്താ ഓർ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഗ്യാപ്പ് അനാലിസിസ് കേട്ടിട്ടുണ്ടോ? ഗ്യാപ്പ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട് അതിനു മുന്നേ. ഗ്യാപ്പ് അനാലിസിസ് അതായത് ഗ്യാപ്പ് അനാലിസിസ് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ, അവിടെ ലോസ് ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഹോസ്പിറ്റലിലെ ആ ലോസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങൾക്കും ആ നയങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഗുണനിലവാരത്തിന്റെ അഭാവം, ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റിയുടെ അതായത് ഗുണനിലവാരത്തിന്റെ അഭാവം എവിടെയാണ് എന്ന് ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നു. അതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് വരിക എന്ന് പറഞ്ഞാൽ അതായത് ക്വാളിറ്റിയിലെ എവിടെയാണ് ആ ഒരു ഇത് ഫോൾട്ട് വന്നേക്കുന്നത്, അതിന്റെ അഭാവം, ക്വാളിറ്റിയുടെ അഭാവം എവിടെയാണ് എന്നുള്ളത് ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നു. അതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ? ആ ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ. മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗുണനിലവാരത്തിന്റെ അഭാവം എവിടെയാണ് എന്ന് ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് പറഞ്ഞെന്താ? അപ്പൊ ഇതില് നമ്മൾ എന്താ ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ്, ക്വാളിറ്റിയില് നമ്മൾ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ഒരു അവരുടെ ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, അതിലേക്ക് ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, അതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴുള്ള ആ ക്വാളിറ്റിയുടെ അവസ്ഥ, നിലവാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാം, അതിനുള്ള ലക്ഷ്യം വെച്ചുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് ക്വാളിറ്റി, അതിന് എന്താണ് ഫോൾട്ട് വന്നേക്കുന്നത്, അത് ബെറ്റർ ആക്കി, അപ്പൊ അത് ബെറ്റർ ആക്കുക എന്നാണ് ലക്ഷ്യം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുക, അതിനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് ഡെവലപ്പ് action plan under the supervision of in charge of the hospital and monitor complaints. Okay, develop action plan under the supervision of in charge of the hospital. ആ ഒരു ഹോസ്പിറ്റലിലെ ഇൻചാർജ്, അതിന്റെ സൂപ്പർവിഷനില് ആ ഹോസ്പിറ്റലിലെ ഇൻചാർജ് അദ്ദേഹത്തിന്റെ സൂപ്പർവിഷന്റെ മേൽനോട്ടത്തില് പ്രവർത്തന പദ്ധതികള് വികസിപ്പിക്കുക. ഡെവലപ്പ് ആക്ഷൻ പ്ലാൻസ്, പ്രവർത്തന പദ്ധതികള് എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്, അത് പാലിക്കുന്നുണ്ടോ, പാലിക്കുക എന്നുള്ളതാണ് കംപ്ലൈൻസ് പറഞ്ഞത്. ആൻഡ് അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്, അതിന്റെ പരിപാലനം എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലില് ഇൻചാർജ്, ആ ഹോസ്പിറ്റലിന്റെ ഇൻചാർജ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക, അതിനുള്ള പരിപാലന പരിപാടികളൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ആസൂത്രണം ചെയ്യുക, നിരീക്ഷിക്കുക. കേട്ടോ, മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക എന്നുള്ളതാണ് മീനിങ്, മോണിറ്റർ ചെയ്യുക. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് related to quality certification. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുക, ഫെസിലിറ്റേറ്റ്, സൗകര്യം ഒരുക്കുക. എന്തിനാണ്? മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ, അല്ലെ, മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട്, കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കുക. ഏതുമായിട്ട് ബന്ധപ്പെട്ട? റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക. അടുത്ത നോക്കിയേ, ensuring the hospital meets all regulatory complaints like BMW. ഏതാ BMW എന്ന് പറഞ്ഞാൽ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക്, സ്റ്റോറേജ് ലൈസൻസ്,
AERB അത് പഠിച്ചിട്ടുണ്ടല്ലോ റേഡിയോളജിയില്. AERB എന്ന അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, വെരി ഗുഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB റെഗുലേഷൻ ആൻഡ് റേഡിയേഷൻ ലൈസൻസ് തുടങ്ങിയ എല്ലാ ഇവിടെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ നമ്മള് BMW ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്, AERB റെഗുലേഷൻസ് തുടങ്ങിയ എല്ലാ നിയന്ത്രണ ക്രമീകരണങ്ങളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന്, അത് നടപ്പിലാക്കുന്നുണ്ട്, ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. Ensuring that the hospital meet all regulatory complaints like ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്, AERB തുടങ്ങിയ എല്ലാ നിയന്ത്രണ ക്രമീകരണങ്ങളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയ ആറാമത്തെ പോയിന്റ്? എല്ലാ നിയന്ത്രണ ക്രമീകരണങ്ങളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് എ ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ along with AMC. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അവിടെ ആനുവൽ ANNUAL maintenance 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 contract CONTRACT annual maintenance contract. Okay, annual maintenance contract എഴുതി വെച്ച എക്സ്പാൻഡഡ് ഫോം. എന്തായാലും 3-4 എക്സ്പാൻഡഡ് ഫോം നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ചാപ്റ്റേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ചെറുതാണെങ്കിൽ പോലും നമ്മൾ മിസ് ചെയ്യാതെ നോക്കി വെക്കുക കേട്ടോ. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഏത് വേണമെങ്കിലും ചോദിക്കാം, ഏത് സെക്ഷനിൽ വേണമെങ്കിലും എക്സ്പാൻഡഡ് ഫോം എക്സാമിന് ചോദിക്കാം. കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ്. അവിടെ ഫങ്ഷണൽ അല്ലാത്തത്, അതായത് പ്രവർത്തിക്കാത്ത ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അപ്പൊ ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ അവിടെ നോൺ ഫങ്ഷണൽ പ്രവർത്തനരഹിതമല്ലാത്തത്, പ്രവർത്തിക്കാത്തത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ along with AMC for all equipments. ഇത് അതിന്റെ ടൈം ലൈൻ എന്തിനു വേണ്ടിയാ? റിപ്പയറിന് എടുക്കുന്ന ടൈം ലൈൻ ഉൾപ്പെടെയുള്ള along with AMC എന്നുവെച്ചാൽ അത് ഏതാണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനൊപ്പം തന്നെയുള്ള എല്ലാ എക്യുപ്മെന്റ്സിന്റെയും നോൺ ഫങ്ഷണൽ ഡിവൈസുകളുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അത് റിപ്പയർ ചെയ്യാനുള്ള ടൈം ലൈന്, അത് എത്രത്തോളം ആവശ്യമാണുള്ളത് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളും അതുപോലെ ഫങ്ഷണൽ അല്ലാത്ത ഡിവൈസുകളുടെ റെക്കോർഡുകളും കീപ്പ് ചെയ്യുക. എത്ര സമയം വേണം അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് ആണ് ആ ടൈം ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതും പ്രവർത്തിക്കാത്തതുമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അതിന്റെ ഒരു റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യുക. AMC ഫുൾ ഫോം ആനുവൽ ANNUAL ആനുവൽ മെയിൻ്റനൻസ് MAINTENANCE മെയിൻ്റനൻസ് കോൺട്രാക്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, അടുത്തത് എട്ടാമത്തെ പോയിന്റ്സ് പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ്. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് എന്ന് പറഞ്ഞ രീതികളാണ് കേട്ടോ. രീതികൾ ടുവേഴ്സ് അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉന്നമനത്തിനുള്ള ഹോസ്പിറ്റലിന്റെ ഉയർച്ചയ്ക്കുള്ള രീതികൾ. പിന്നെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസിന്റെ എക്യുപ്മെന്റ്സുകളുടെ ഒക്കെ പ്രതിരോധ പരിപാലന കാര്യങ്ങൾ, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആൻഡ് മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ. മോഡറൈസേഷൻ എന്ന് പറഞ്ഞതിന്റെ മീനിങ് നവീകരണം. മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ നവീകരണം. എന്തൊക്കെ പറഞ്ഞേ? ഹോസ്പിറ്റലിന്റെ നവീകരണം,
പിന്നെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സിന്റെയും പ്രിവെന്റീവ് മെയിൻ്റനൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള രീതികള് പ്ലാൻ ചെയ്യുകയും അത് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട്, ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. രീതികൾ എന്തിനുള്ളതാ? ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റ്, ഉന്നമനത്തിനുള്ളത്, എക്യുപ്മെന്റ്സുകളുടെ പ്രിവെന്റീവ് മെയിൻ്റനൻസിനുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പരിപാടികള് അത് പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അടുത്ത 9th one നോക്കിയേ. To institute an effective grievance redressal system both for employees and the patient. To institute an effective grievance redressal system both for employees and patients. Employees-നും patients-ന്റെയും എന്താണ് ഒരു പരാതി പരിഹാര സംവിധാനം ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ സ്ഥാപിക്കാം. അതൊക്കെ ആ ജീവനക്കാർക്കും രോഗികൾക്കും വേണ്ടിയുള്ള ഒരു പരാതി പരിഹാര സംവിധാനം എന്ത് ചെയ്യുക? സ്ഥാപിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. To institute and effective grievance redressal system for both employees and patients. എംപ്ലോയീസിന്റെ ആവട്ടെ പേഷ്യൻസിന്റെ ആവട്ടെ, പേഷ്യൻസിന്റെ ആയാലും എംപ്ലോയീസിന്റെ ആണെങ്കിലും ആ പരാതി പരിഹാര സംവിധാനം അത് സ്ഥാപിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. Strengthen of hospital MIS KPI and report actions taken. Strengthen of hospital. Strengthen of hospital MIS എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. Management Information System. Strengthen of Hospital MIS Management Information System. KPI പഠിച്ചിട്ടുണ്ടല്ലോ, Key Performance Indicator. അത് പഠിച്ചതാണ്. KPI Key Performance Indicator and Report Actions taken. അത് സ്വീകരിച്ച നടപടികളൊക്കെ റിപ്പോർട്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക. ഏതാ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ഇതെല്ലാം ശക്തിപ്പെടുത്തുക, സ്ട്രെങ്തൻ ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ, അതിന് സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. ഇനി 11th one, coordinate in assessing authority. അതോറിറ്റിനെ അസസ് ചെയ്യുന്നതിന് കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ഇൻ അസസിങ് അതോറിറ്റി. അതോറിറ്റിനെ അസസ് ചെയ്യുന്നതിന് കോർഡിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് 12th one, ensure the employees education on quality standards. ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക. എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ. എംപ്ലോയീസ് അവരുടെ തൊഴിലാളികൾക്ക് ഈ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷനൊക്കെ ഉറപ്പുവരുത്തുക. എങ്ങനെ വേണം? ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല ഒരു എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ലാസ്റ്റ് പോയിന്റ് 13th പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ? റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. പല പല കമ്മിറ്റികൾ ഉണ്ടല്ലോ ഹോസ്പിറ്റലില്. അതിലപ്പോ ഹോസ്പിറ്റൽ കമ്മിറ്റികള് ഫ്രെയിം ചെയ്യാന്ന് വെച്ചാൽ രൂപീകരിക്കുന്നതിനും ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തം ഉണ്ട്. Responsible for framing and organize the hospital committee. ഹോസ്പിറ്റലിന്റെ കമ്മിറ്റികള് ഫ്രെയിം ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനുമുള്ള ഉത്തരവാദിത്തമുണ്ട്. Responsible for framing and organizing the hospital committee.
അങ്ങനെ 13 പോയിന്റ്സ് ആണ് നമ്മളവിടെ പഠിക്കാൻ തന്നിരുന്നത്. അതിന് നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ കീ ജോബ് റെസ്പോൺസിബിലിറ്റി വായിച്ച 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒത്തിരി വലിയ ചാപ്റ്റർ ഒന്നുമല്ല, ചെറിയ ചാപ്റ്റർ തന്നെയാണ്. ഓവർവ്യൂ ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ നിങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു. പിന്നെ റെസ്പോൺസിബിലിറ്റി അത് നിങ്ങൾക്ക് പഠിക്കാൻ പോണേ ഉള്ളൂ തോന്നുന്നു അല്ലെ. റെസ്പോൺസിബിലിറ്റി എടുത്തില്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ 4th മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാണ്ട്. അത് ട്രീസമാന്ന് തോന്നുന്നു ആ ഒരു ചാപ്റ്റർ അവിടെ ഉണ്ട്. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 3ാമത്തെ ഒരു ഇതിനകത്ത് വരുന്നതാണ് ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഓവർവ്യൂ എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഒരു അവലോകനം. ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് 4th മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ ആണ്. 4th മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ. An overview of health and hospital administration. ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ഒരു അവലോകനം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്താണെന്നും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഇനി റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ 4th മൊഡ്യൂളിൽ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ കുറെ ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെ പറഞ്ഞേക്കുന്നത് എല്ലാം പഠിക്കാറുണ്ട്. അതിനകത്ത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒക്കെ ജോബ് റെസ്പോൺസിബിലിറ്റികളൊക്കെ ഫുൾ ആ ചാപ്റ്റർ മൊത്തം റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് 4th മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞതാണ് ഓവർവ്യൂ. മൊത്തത്തിലുള്ള ഒരു അവലോകനം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് ഒക്കെ ആദ്യത്തെ 2 പേജുകളിൽ നമുക്കത് ഒരു ഇൻട്രഡക്ഷൻ പോലെ അത് നിങ്ങൾക്ക് ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരു ഡെഫിനിഷനും കാര്യങ്ങളും, പിന്നെ അതിന്റെ നേച്ചർ, സ്കോപ്പ് എന്താണ്, പിന്നെ റോള്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്, ഇനി ആരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവാം, പിന്നെ അവിടെ പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ പോയിന്റ്സ് പഠിക്കണം. ഒബ്ജക്റ്റീവ്സ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പ്രിൻസിപ്പിൾ ആണ്. പിന്നെ അത് ഞാൻ പറഞ്ഞുതരാം ആ ഒരു സെക്ഷൻ. പിന്നെ അതിനകത്ത് പിന്നെ കുറച്ച് മോർട്ടാലിറ്റി റേറ്റ്, പ്രീവാലൻസ് അങ്ങനെയൊക്കെ കുറച്ച് വരുന്ന അധികം വലിയ ചാപ്റ്റർ അല്ല. എന്നാലും ഇത് കുഴപ്പമില്ല, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആദ്യത്തെ സെക്ഷൻ മാത്രം ഒരു ഇത്തിരി ടഫ് ഉണ്ട്. പ്രിൻസിപ്പിളും ഒബ്ജക്റ്റീവ്സും ഒക്കെയാണ്. അതൊക്കെ പോയിന്റ്സ് തന്നെയാണ്. അത് വെറുതെ ഞാനത് വായിച്ചു പോക്കുള്ളൂ. നമുക്കിപ്പോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇത് നോക്കി, എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പറഞ്ഞേ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? ആരോഗ്യ ഭരണം അല്ലെ? ഹെൽത്ത് കെയർ ആരോഗ്യ പരിപാലന ഭരണം. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് or hospital management is a field that is related to leadership, management and administration of public health system, healthcare system, hospital and hospital networks in all the primary, secondary, tertiary sectors. ഇത്ര ലെങ്തി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. കാര്യം സിമ്പിൾ ആണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിലുള്ള പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലുള്ള ഏതാണ്
പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് സിസ്റ്റത്തിന്റെയും ഹെൽത്ത് കെയർ സിസ്റ്റം ഹോസ്പിറ്റലുകളുടെയും ഹോസ്പിറ്റൽ ശൃംഖലകളുടെയും എല്ലാം ഒരു എന്നിവയുടെ ഉള്ള ഒരു ലീഡർഷിപ്പ്, എന്നിവയുടെ നേതൃത്വം, ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീൽഡ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദ ഫീൽഡ്, ഇതൊരു ഫീൽഡാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീൽഡാണ്. എവിടേക്കുള്ളതാ? പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, ഹോസ്പിറ്റലുകളുടെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകൾ, എവിടെയാ? ഓൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിലുള്ള എല്ലാ ഹെൽത്ത് സിസ്റ്റത്തിന്റെയും, പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെയും ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകൾ എന്നിവയുടെയൊക്കെ ഒരു ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതിനെയാണ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക, രൂപപ്പെടുത്തുക, കൺട്രോൾ നിയന്ത്രിക്കുക, ആൻഡ് കോർഡിനേറ്റ് ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് for organization and business. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ ഹോസ്പിറ്റലുകൾക്കും ഓർഗനൈസേഷനും ബിസിനസിനും വേണ്ടി മെഡിക്കൽ ഹെൽത്ത് കെയർ സേവനങ്ങള് രൂപപ്പെടുത്തുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാരാണ് ഫോർമുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. എന്താണ്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ്സുകൾക്കും ഓർഗനൈസേഷനും വേണ്ടിയുള്ള മെഡിക്കൽ ഹെൽത്ത് കെയർ സർവീസുകൾ രൂപപ്പെടുത്തുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കുക എക്സാമിന്. Dash formulate, control and coordinate medical and health service for organization and business. ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. പിന്നെ നോക്കിയേ, ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ it manage the benefits of employees as well as create a connection between benefits ആൻഡ് ഫിസിഷ്യൻ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇത് എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ്, ആനുകൂല്യങ്ങള് നിയന്ത്രിക്കുകയും ഫിസിഷ്യന്മാരും തമ്മിലുള്ള ഒരു കണക്ഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എന്താ ചെയ്യുന്നത്? മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് അതിനെ മാനേജ് ചെയ്യുന്നു. ആസ് വെൽ ആസ് അതിനൊപ്പം തന്നെ ക്രിയേറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യന്മാരോട് തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക? സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇനി these requirements need a broader, ഈ ആവശ്യകതകൾക്ക് ഇത്രയും കാര്യങ്ങള് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യണം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദീസ് റിക്വയർമെന്റ്സ് നീഡ് എ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് സ്കിൽ. എന്ത് വേണം എന്നാ പറഞ്ഞേക്കണേ? ബിസിനസ് സ്കില്ലില് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. ഹെൽത്ത് കെയർ ഫീൽഡില് നല്ല നോളജ് വേണം. ഒരു നോളജ് ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അത് അപ്പൊ എന്ത് വേണം? ഒരു ഹെൽത്ത് കെയർ ഫീൽഡില് ഒരു സ്പെഷ്യൽ നോളജും വേണം. These requirements, ഈ ആവശ്യകതകൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞേക്കണേ? ഇതിന്റെ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് സ്കിൽസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. ഹെൽത്ത് കെയർ ഫീൽഡില് ഒരു പ്രത്യേക നോളജ്, അറിവും വേണം. ഇനി അടുത്തത് നോക്കിയേ, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. Nature, scope and significance of health administration. Health care administration
also often called a health administration and medical administration. Underline ചെയ്തിട്ട് first line. Healthcare administration is also often called എന്നൊക്കെ അറിയപ്പെടുന്നു health administration അല്ലെങ്കിൽ medical administration എന്നെല്ലാം അറിയപ്പെടുന്നു. Includes making both the daily and the long-term decision that indicate the healthcare system business strategies. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് healthcare administrators എന്തെന്നറിയപ്പെടുന്നു എന്നാ പറഞ്ഞേ? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ ഒക്കെ ഒരു ബിസിനസ് ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ബിസിനസ്സുകളുടെ ഒരു സ്ട്രാറ്റജീസ്, ബിസിനസ് സ്ട്രാറ്റജിയിൽ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി ഉള്ളതും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ദീർഘകാലത്തേക്ക് ഉള്ളതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ലോങ് ടേം ഡിസിഷൻ കണ്ടോ, മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻ. ഡെയിലി ഉള്ള ചെറിയ ചെറിയ ഡിസിഷൻ തീരുമാനങ്ങളായാലും ഒരു ലോങ് ടേം ഡിസിഷൻ ദീർഘനാളത്തേക്കുള്ള ഒരു തീരുമാനമാണെങ്കിലും എന്നിവയൊക്കെ എടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. Next, healthcare administration is a practice which manage, lead, oversees, administrative the operation of the dynamic, complex healthcare entities, including hospital, long-term care facility, healthcare facility system, nursing home, pharmacies, and health insurance providers. Three lengthy sentences ആണ് ട്ടോ. Introduction ആണ്. Just ഒന്ന് വായിച്ച് നമുക്ക് വെക്കാം. ഇമ്പോർട്ടന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതിയാവും ആ പാരഗ്രാഫിൽ നിന്നൊക്കെ. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഹോസ്പിറ്റലുകളാണ്. കെയർ കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ് ഇൻക്ലൂഡിങ് ഏതൊക്കെയാ? ഹോസ്പിറ്റലുകളാണ്. പിന്നെ ലോങ് ടേം കെയർ ഫെസിലിറ്റികൾ ഉണ്ടല്ലോ അവിടെ, ഹെൽത്ത് കെയർ സിസ്റ്റം, നഴ്സിംഗ് ഹോമുകള്, ഫാർമസികള് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന ആരൊക്കെയാ? ഹോസ്പിറ്റലുകളാവാം, ലോങ് ടേം കെയർ ഫെസിലിറ്റികളാകാം, ഹെൽത്ത് കെയർ സിസ്റ്റം ആകാം, നഴ്സിംഗ് ഹോം ആവാം, ഫാർമസീസ് ആവാം, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്നിവര് ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സ് ഡൈനാമിക് കണ്ടോ, ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സങ്കീർണമായിട്ടുള്ള ആരോഗ്യം എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും. ഇനി മുകളിലേക്ക് നോക്കിയാൽ സെന്റൻസ് ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എൻറ്റിറ്റി. ഡൈനാമിക് ചലനാത്മകമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആരോഗ്യം എന്നിവയുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഒരു നയിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. മാനേജ് ചെയ്യും, ലീഡ് ചെയ്യുകയും, ഓവർസീസ് മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നിവയൊക്കെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. മനസ്സിലായി? അത് എത്ര ലെങ്തി സെന്റൻസ് ആണ്. അത് നിങ്ങൾ ആ ബാക്കിൽ നിന്ന് തുടങ്ങി മീനിങ് മനസ്സിലാക്കാം. ഹോസ്പിറ്റലുകളുടെയും ലോങ് ടൈം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റം, നഴ്സിംഗ് ഹോം, ഫാർമസീസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്നിവർ ഉൾപ്പെടുന്ന ഡൈനാമിക്, ഒരു ചലനാത്മകമായിട്ടുള്ള കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ള ഒരു ആരോഗ്യം എന്നിവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും. പിന്നെ നോക്കിയേ, വിച്ച് മാനേജ്, ലീഡ്സ് ആൻഡ് ഓവർസീസ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസ് ഇതിലെല്ലാം മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ഇനി അടുത്തൊരു പാരഗ്രാഫ് നോക്കിയേ. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി. എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞേക്കണേ? ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി. എന്താ പറഞ്ഞേക്കണേ? ദിവസേന ആ ഒരു ഫെസിലിറ്റി, ഒരു സൗകര്യം കൊടുക്കാൻ പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതിനെ സഹായിക്കുക. ഇതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ. അപ്പൊ ഹോസ്പിറ്റലില് ആ ഫെസിലിറ്റികൾ കൊടുക്കണ്ടേ? ആ ഫെസിലിറ്റി കൊടുക്കാനായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. ആ ഫെസിലിറ്റികള് എല്ലാ ദിവസവും ഓപ്പറേറ്റ് ഡെയിലി, എല്ലാ ദിവസവും ഉള്ള ഫെസിലിറ്റികൾ, ആ സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക? അതിനെ സഹായിക്കുക. അതെന്തൊക്കെയാ?
പ്രിപ്പയർ എ പ്രോഗ്രാം ഫോർ പബ്ലിക്കിനായിട്ടുള്ള പ്രോഗ്രാമുകൾ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിക്കാം. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, എല്ലാ പേഷ്യന്റിനെയും അസിസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസുകളും അത് വരുന്നതാണ്. The importance of healthcare administration involves, അപ്പൊ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ, involves helping a facility to operate daily, സാധാരണ പ്രവർത്തനങ്ങള് അത് പ്രവർത്തിക്കാൻ വേണ്ട ഫെസിലിറ്റികൾ അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, പ്രോഗ്രാമുകൾ പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ ഫോർ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക, ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുക. അതാണ് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ഫസ്റ്റ് പാരഗ്രാഫില്, ആ ആദ്യത്തെ പാരഗ്രാഫില് ഫസ്റ്റ് ലൈന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഇനി ഇപ്പൊ ഈ പറഞ്ഞ പാരഗ്രാഫ് ഒന്ന് ബ്രാക്കറ്റ് എടുത്ത് വെച്ചേക്കാം. Importance of healthcare administration involves helping a facility operate daily, prepare a program for the public, training new employees, and assisting every patient. Okay. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം നമുക്ക്, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ് പങ്ക്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമ്മൾ എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അല്ലെ. ഇതിന്റെ റോൾ എന്താ, ഹോസ്പിറ്റലിൽ എന്താണ് റോൾ? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. മീനിങ് പറയണ അതിന്റെ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്തിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് നോക്കിയേ, ഓർഗനൈസിങ്, സംഘടിപ്പിക്കുക. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സംഘടിപ്പിക്കുക. സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. എന്തിനെ, the health services and every activity of the hospital or health care facility. ഒരു ഹോസ്പിറ്റലിന്റെയോ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർഗനൈസ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. അതിനുള്ള ഉത്തരവാദിത്തം ആർക്കുള്ളത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ മുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇങ്ങനെ ഡാഷ് ഇട്ട് തന്നെ തന്നത്. ഡാഷ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ഹെൽത്ത് സർവീസസ് ആൻഡ് എവരി ആക്ടിവിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അങ്ങനെ തന്നെ ആ സെന്റൻസ് തന്നെ എടുക്കാൻ തന്നേക്കുന്നത് ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ ആയോ? എന്തിനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ആക്ടിവിറ്റികളും ഓർഗനൈസ് ചെയ്യാനും സംഘടിപ്പിക്കാനും അതിന് മേൽനോട്ടം വഹിക്കാനുമുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക്? ഇൻട്രൊഡക്ഷൻ ആട്ടോ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നമുക്ക് വായിച്ച് മീനിങ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദി മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫംഗ്ഷൻ ഇൻക്ലൂഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഫ്രം ഡെയിലി ഓപ്പറേഷൻ ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ് ടു ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയാ. എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. ചികിത്സാപരമായിട്ടുള്ളതല്ല, അല്ലാതെ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസുകൾ. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷനുകളുടെയും മാനേജ്മെന്റ് ആണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്താണ് പറഞ്ഞേക്കുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻ. ഏതൊക്കെയാ, ഇൻക്ലൂഡ്, അതാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻ എന്നുള്ളത്. എല്ലാ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻ പ്രവർത്തനങ്ങളുടെയും ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്താ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയല്ലേ. എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എല്ലാ ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ പ്രവർത്തനങ്ങളുടെയും
ഒരു മാനേജ്മെന്റ് ആണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡഡ് അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാ? ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രവർത്തിപ്പിക്കുക, ഓപ്പറേറ്റ് ചെയ്യുക. ഫ്രം ഡെയിലി ഓപ്പറേഷൻ ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ് ടു ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? ദൈനംദിന പ്രവർത്തനങ്ങൾ മുതൽ സ്റ്റാഫിംഗ്, അവരുടെ ബഡ്ജറ്റിംഗ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡർ സർവീസ് സിസ്റ്റത്തിന്റെ ഒരു സക്സസ്, ഒരു വിജയം ഉറപ്പാക്കാൻ ഒരു ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു പ്ലാൻ, ആസൂത്രണമാണ് ഈ ഇതില് ഉൾപ്പെടുന്നത്. ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഒരു ദിവസം 2 ദിവസത്തേക്കുള്ള കാര്യമല്ല, ഒരു ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ് അല്ലെ. ദീർഘകാലത്തേക്കുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ആസൂത്രണമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Okay, from daily operation to staffing to budgeting and finance to long-term strategic planning to make sure that success of the healthcare provider or system. So healthcare provider and their systemത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ആ ഹോസ്പിറ്റലിന്റെ ഒരു സക്സസ് അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ, സ്റ്റാഫിംഗ്, ബഡ്ജറ്റിംഗ്, ഫിനാൻസ് എന്നിവയൊക്കെ ആണ്. എന്നിവയുടെയൊക്കെ ഒരു മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. What is a healthcare administrator? എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? Healthcare administrator work behind the curtain to make extensive decision for the healthcare facility or institution. അവരെവിടെ നിൽക്കുന്നവരാ? നേരെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരല്ല, ബാക്കിൽ നിൽക്കുന്നവരാണ് അല്ലെ. ഒരു സിനിമ കണ്ടു, അതില് ഫ്രണ്ടിൽ നിൽക്കുന്നവരെന്ന് പറയും ഹീറോ ഹീറോയിനൊക്കെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ആരാ? ഡയറക്ഷൻ, ക്യാമറാമാൻ, ഇതൊക്കെ നമ്മൾ അതിന്റെ ബാക്കിൽ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മുടെ ഡോക്ടറൊക്കെ അല്ലേ ഹോസ്പിറ്റലിന്റെ മെയിൻ ഇതെന്ന് പറയാൻ. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നവരല്ല, വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ. അവര് ബാക്കിൽ നിന്ന് അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും, ഹോസ്പിറ്റലിന്റെ എല്ലാ സുഗമമായ നടത്തിപ്പിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും, എല്ലാ ഫെസിലിറ്റികളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ അവരെങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അവര് എന്താണ്? അതിന്റെ പിന്നിൽ നിൽക്കുന്നവരാണ്, കർട്ടന്റെ പിന്നിൽ നിൽക്കുന്നവരാണ്. Health care administrator work behind the counter to make extensive decision for a healthcare facility or institutions. അപ്പൊ അവർക്ക് എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ എന്താണ് ഒരു നല്ലൊരു തീരുമാനം എടുക്കുന്നതിന്, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ട് ഒരു വിപുലമായ തീരുമാനം എടുക്കുന്നതിന് കർട്ടന്റെ പിറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്കിൽ പ്രവർത്തിക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. They directly handle policy and budget to generate better patient experience. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? പോളിസികള്, ബഡ്ജറ്റുകള് ഇവരൊക്കെ എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? ടു ഗെറ്റ് ബെറ്റർ, ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്. രോഗികൾക്ക് അവരുടെ മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവര് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് പോളിസികളും ബഡ്ജറ്റുകളും ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നു. ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. എന്താ പറഞ്ഞേക്കുന്നത്? ഗസ്റ്റിന്റെയും സ്റ്റാഫുകളുടെയൊക്കെ സുരക്ഷ, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നു. ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. Healthcare administrator have a thorough knowledge of the regulatory framework in patient care. എന്തിന് നോളജ് ഉണ്ടാവണം? എന്തിന് നോളജ് ഉണ്ടാവണം? അവര് പേഷ്യന്റ് കെയറില് അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ have thorough knowledge of the regulatory framework in the patient care. അവരെന്താ പറഞ്ഞേക്കുന്നത്? അവർക്ക് ആ ഒരു ഫ്രെയിംവർക്ക് പേഷ്യന്റ് കെയറില് എന്താണ് നല്ലൊരു തറവായിട്ടുള്ള ഒരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. നോക്കിയേ, their responsibility are completely different from the
റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡോക്ടർ ഓർ ഫിസിഷ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ റെസ്പോൺസിബിലിറ്റി തികച്ചും വ്യത്യസ്തമാണ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡോക്ടർ ഓർ ഫിസിഷ്യൻ. ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. വൈൽ ഫിസിഷ്യൻ ഹാൻഡിൽ പേഷ്യൻസ് ഡയറക്ട്ലി. നമുക്കറിയാം ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, നേരിട്ട് കൈകാര്യം ചെയ്യുന്നു അല്ലെ? ഫിസിഷ്യൻ ഡോക്ടർമാര് പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. Then health care administrator supervise the facilities. എന്താ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത്? അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അല്ലെ? അതിനുള്ള ആ സൗകര്യത്തിനുള്ള ഒരു മേൽനോട്ടം വഹിക്കുന്നു. ഈ ഫിസിഷ്യൻ പേഷ്യൻസിനെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ആൻഡ് യൂഷ്വലി എ ബാച്ചുലേഴ്സ് ഡിഗ്രി ഓർ മാസ്റ്റർ ഡിഗ്രി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. സാധാരണ എന്താ പറയുക, ബാച്ചുലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? വാട്ട് ഈസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ചെറിയ ടോപ്പിക്കാണ്. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോയാൽ മതി. ഇതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ആദ്യത്തെ കുറച്ച് സെക്ഷൻ കഴിഞ്ഞ് ഇപ്പൊ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട് അയാള്. ഇനി അടുത്ത പാരഗ്രാഫിലും കുറച്ച് ഇമ്പോർട്ടന്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്രയൊന്നും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ചാപ്റ്ററിന്റെ എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് മീനിങ് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ്, സ്കോപ്പ് ഒക്കെ എന്താണെന്നത് പറഞ്ഞു. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള്, അദ്ദേഹത്തിന്റെ പങ്ക് എന്താണെന്ന് പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ, ആരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അത് എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതുമാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ബാക്കിയുടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലാസ് ഞാൻ വൈകിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങും.